പ്രിയമുള്ളവരെ, SIRുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരവും വളരെ ഗൗരവതരവുമായിട്ടുള്ള ചില വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഡിസംബർ 4 വരെ SIRൽ പേര് ചേർക്കാനുള്ള സമയമുണ്ട് എന്ന് കരുതിയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. എന്നാൽ അതില്ല. വരുന്ന 23-ാം തീയതി വരെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത് മുതൽ 3 ദിവസങ്ങൾ കൂടി മാത്രമാണ് ഇനി നമുക്ക് പേര് ചേർക്കാൻ ബാക്കിയുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, SIRുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗൗരവതരമായിട്ടുള്ള ചില ഇടപെടലുകൾ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം, ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രേഖയുണ്ട്. 17/11/25 ജില്ലാ കലക്ടർ പുറത്തിറക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാണിത്. ഈ ഉത്തരവിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, BLOമാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. 1500ഓളം വോട്ടർമാരുള്ള ഒരു ബൂത്തിനകത്ത് ഏതാണ്ട് 400-ലേറെ വീടുകൾ ഉണ്ടാകുമെന്നാണ് ശരാശരി കണക്കാക്കുന്നത്. അങ്ങനെയുള്ള വീടുകളിലേക്ക് മുഴുവനും ഇതുവരെയും ഫോമുകൾ എത്തിക്കാൻ സാധിക്കാത്ത നിരവധി വീടുകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ വീടുകളിൽ നിന്നെല്ലാം ഇനി ഫോമുകൾ എത്തിച്ച ശേഷം ആ ഫോമുകൾ തിരികെ നമുക്ക് ലഭിക്കാൻ ആകെ 3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതൊരാളുടെയും ഫോം തിരികെ എത്തിച്ചിട്ടില്ലെങ്കിൽ ആ ഫോം എത്തിക്കാത്ത ഒരു വോട്ടും സ്വീകരിക്കുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 23-ാം തീയതിയാണ് അവസാന ഡേറ്റ്. 23 മുതൽ 26 വരെയുള്ള 3 ദിവസം കൊണ്ട് 1500ഓളം വോട്ടർമാരുടെ ഡീറ്റെയിൽസ് ഓരോ BLOയും ഡിജിറ്റലൈസ് ചെയ്യണം എന്നതാണ് ഉത്തരവ്. എന്ന് പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് 1500 പേരുടെ വോട്ട് കയറ്റുക എന്ന് പറയുന്ന ഹെർക്കുലിയൻ ടാസ്ക്കാണ് ഓരോ BLOക്കും നൽകുന്നത്. ഇതുകൊണ്ടാണ് BLOമാർ എത്രയേറെ പ്രഷറൈസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്ന നിലയിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ദിവസങ്ങളാണ് നമ്മളുടെ ഓരോരുത്തരുടെയും മുന്നിലുള്ളത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായി BLOയെ സഹായിക്കാൻ BLA ബൂത്ത് ലെവൽ ഏജന്റ് എന്ന നിലയിൽ ഒരാൾ നിയമിച്ചിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഈ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായി നിയമിക്കപ്പെട്ടവർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ എന്നത് സംശയകരമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായ കാര്യം, ഇങ്ങനെ വന്നാൽ നിരവധി ആളുകൾക്ക് ഇപ്പോൾ തന്നെ ഫോം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പലരും ഫോം തിരിച്ചു കൊടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് 23-ാം തീയതിക്കകം തിരിച്ചു കിട്ടാത്ത ഒരു ഫോമും, ഏറ്റവും ചുരുങ്ങിയത് അവരുടെ ഒപ്പോ അതിൻ്റെ ചെറിയ ഡീറ്റെയിൽസോ തെറ്റുണ്ടെങ്കിലും പ്രശ്നമില്ല, അതെങ്കിലും നിങ്ങൾ BLOയുടെ കയ്യിൽ തന്നെ കൊടുത്തു എന്ന് ഉറപ്പുവരുത്തണം. ഇത് കൊണ്ടുപോയി കൊടുക്കാനുള്ള അവകാശമുള്ള ആളുകൾ ബൂത്ത് ലെവൽ ഏജന്റ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണെന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് നിങ്ങളിത് സമാഹരിച്ച് BLOയുടെ കയ്യിൽ എത്തിയെന്ന് ഉറപ്പുവരുത്തലാണ് ഏറ്റവും പ്രധാനം. പിന്നീട് BLOയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് 3 ദിവസം കൊണ്ട് ഡിജിറ്റലൈസ് ചെയ്ത് ഇത് സമ്പൂർണ്ണമായി കയറ്റണം എന്നുള്ളതാണ്. ഞാൻ ഈ ഉത്തരവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഷെഡ്യൂൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിക്കുകയാണ്. ഈ ഉത്തരവിൻ്റെ ഫയൽ നമ്പർ DCMPM/11/908/2025 P1, തീയതി 17/11/2025. 1. എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം, സ്വീകരണം, കളക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കേണ്ട ഡേറ്റ് 18, ഇന്നലെ കഴിഞ്ഞു പോയി. 18 മുതൽ 20 വരെ എന്ന് പറഞ്ഞാൽ നാളെ വരെ മാത്രമാണ്. എന്യൂമറേഷൻ ഫോമുകളുടെ സ്വീകരണം പൂർത്തിയാക്കി BLO ആപ്പ് വഴി ഡിജിറ്റലൈസ് ചെയ്യേണ്ടതാണ്. ഇതിന് ഡേറ്റ് 23/11/2025 മുതൽ 26/11/25 വരെ. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു BLOയുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത് ഒരു BLO മനുഷ്യൻ എന്ന നിലയിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്ത ടാസ്ക്കാണ്. ഇതിൻ്റെ പിന്നിലെ രഹസ്യം നിങ്ങൾ തിരിച്ചറിയുക. പരമാവധി വോട്ടുകൾ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് നാം മനസ്സിലാക്കുക. 3-ാമത്തെ കാര്യം, ആബ്സെന്റ്, ഷിഫ്റ്റ്, ഡെത്ത് എന്നിവയുടെ വിവരം പ്രത്യേകം തയ്യാറാക്കി BLAമാരുടെ യോഗം നടത്തേണ്ടതാണ്. 26-ാം തീയതിയാണ് മുതൽ 28 വരെയാണ് ഈ യോഗം നടത്തേണ്ടത്. എന്ന് പറഞ്ഞാൽ 26-നും 28-നും ഇടയിൽ നടത്തുന്ന യോഗത്തിൽ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ BLA നിർബന്ധമായും പങ്കെടുക്കുകയും ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതാണ്. BLAമാരുടെ യോഗത്തിൽ അംഗീകരിച്ച ആബ്സെന്റ്, ഷിഫ്റ്റ്, ഡെത്ത് എന്നിവയുടെ വിവരം ഉൾപ്പെടെ ലിസ്റ്റ് AROക്ക് സമർപ്പിക്കേണ്ടത് 29-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്ര ഹെക്റ്റിക്കായ ഒരു ഷെഡ്യൂളിൽ കാര്യങ്ങൾ പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, ഡിസ്ട്രിബ്യൂഷൻ ഐക്കൺ ഇപ്പോൾ തന്നെ നീക്കം ചെയ്തിരിക്കുകയാണ്. അത് വളരെ ബിസി ഷെഡ്യൂളാണ്.
വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് നാം സംശയിക്കുകയാണ്. BLOമാരെ കൊലക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാടായി ഇത് മാറുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാ ബൂത്തിലെയും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ BLAമാരെ നിയമിച്ചിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. നിയമിക്കപ്പെട്ട BLAമാരോട് പറയുന്നു, നിങ്ങൾ നിർബന്ധമായും സമയബന്ധിതമായി കാര്യം ചെയ്യണം. ഒരു BLO 1500 പേരെ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന ആ ഉത്തരവാദിത്വവും കഠിനമാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ BLOമാരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി നമ്മൾ ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ പറയാണ്. പിന്നെ ഒരു ആശ്വാസമുള്ള കാര്യം, 2002 നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധു നിങ്ങളുടെ 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട. ആ ബന്ധുവിൻ്റെ പേരുകൂടി പരാമർശിക്കണം എന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഒപ്പ് മാത്രം നൽകി തിരിച്ചു കൊടുക്കുന്ന ഫോമുകൾ പോലും സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂരിപ്പിക്കുന്നതിൽ തെറ്റുമോ, പൂരിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാകുമോ ഒന്നും പ്രയാസപ്പെടേണ്ട. നിങ്ങൾ പാതി പൂരിപ്പിച്ച ഫോമാണെങ്കിലും അത് BLOയുടെ കയ്യിലെത്തി എന്ന് ഉറപ്പുവരുത്തുക വളരെ വളരെ പ്രധാനമാണ്. നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ 23-നകം നൽകിയിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഒരിക്കലും സ്വീകരിക്കുന്നില്ല എന്നതാണ് പ്രധാനം. പിന്നെ 26-നകം ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിക്കുന്ന സമയത്തെക്കുറിച്ചും നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഇത് സഹായിക്കാൻ BLAമാരെ എല്ലാ ബൂത്തിലേക്കും മുസ്ലിം ലീഗ് പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. BLAമാരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി MLA ഓഫീസിൽ ഒരു ഹോട്ട്ലൈൻ നമ്പറും ഞങ്ങളിവിടെ പുറത്ത് വിട്ടിട്ടുണ്ട്. അത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരണം അത്ര കോളുകൾ മാത്രമേ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും ഹെൽപ്പ് BLAമാരെന്ന നിലയിൽ ആവശ്യമുണ്ടെങ്കിൽ അത് MLA ഓഫീസിലെ ഹോട്ട്ലൈൻ നമ്പർ BLAമാർക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു. ഞാൻ പിന്നെയും പറയുന്ന ഒരു കാര്യം, കാര്യങ്ങൾ വളരെ സ്മൂത്ത് അല്ല, കാര്യങ്ങൾ വളരെ ഗൗരവതരമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ചുട്ടെടുക്കുന്ന തരത്തിൽ പാർലമെന്റിൽ എങ്ങനെയാണോ നരേന്ദ്രമോദി ബില്ലുകൾ ചുട്ടെടുക്കുന്നത് അതേ വേഗതയിൽ SIR ചുട്ടെടുക്കുകയാണ്. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നാളത്തെ ഒരു തലമുറയുടെ ജീവിതം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട, അവരുടെ ഈ നാട്ടിൽ നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായി തന്നെ നമ്മൾ ഇതിനെ സംശയിക്കണം. ഇത് പൗരത്വ രേഖയായി മാറാനിരിക്കുമെന്ന് പറയുന്ന കാര്യത്തിൽ വിശ്വാസയോഗ്യമായ തെളിവുകൾ നിലനിൽക്കുകയാണ്. ബീഹാറിലും അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലും എന്താണോ സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബൂത്തിൽ നിന്ന് 200 പേരെ വരെ ഒഴിവാക്കാൻ സാധ്യതയുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഒരാൾ പോലും ഒഴിവായിട്ടില്ല എന്ന് സാമൂഹ്യ ഉത്തരവാദിത്തത്തോടെ ഉറപ്പുവരുത്തേണ്ടത് ഓരോ ബൂത്തിലും നിൽക്കുന്ന മനുഷ്യരുടെ, ജനാധിപത്യവാദികളുടെ, പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ് എന്നും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആരും വല്ലാതെ ആശങ്കപ്പെടാനല്ല, പക്ഷേ റിയാലിറ്റി കടുത്തതാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്.